എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസാറ്റിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. റീഡിങ്സിലേക്ക് കിടക്കാം. ഈ ജൂൺ മാസം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ആദ്യം തന്നെ കിങ് ഓഫ് ഫെദേഴ്സ് എനർജി, ഏസ് ഓഫ് ഏക്കോൺസ്, ദ വീൽ ഓഫ് ഫോർച്യൂൺ, 3 ഓഫ് ഏക്കോൺസ്, 9 ഓഫ് ഏക്കോൺസ് എനർജി ആൻഡ് ലാസ്റ്റ് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സമയത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ കിങ് ഓഫ് ഫെദേഴ്സ് എനർജി, 9 ഓഫ് ഏക്കോൺസ് എനർജി സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു എനർജി, ഈ ഫെദർ സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലയൺ എനർജി ആൻഡ് ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഡിസിപ്ലിനോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സമയമാണ്. ഒത്തിരി ചലഞ്ചസ്, ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടാവും. പക്ഷേ പൊതുവെ നിങ്ങൾ ചില തടസ്സങ്ങളോ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ ഇനി എങ്ങനെ എന്നുള്ള രീതിയിൽ, അതായത് നിങ്ങൾ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന, പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു ചിന്തയിൽ നിന്നാണെങ്കിൽ ഇതിൽ നിന്നൊരു മാറ്റം, അതായത് നമ്പർ 1 എനർജി അല്ലെങ്കിൽ സിംഹം എന്ന് പറയുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് എത്ര വലിയ ചലഞ്ചാണെങ്കിലും അതിനെ അതിജീവിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ധൈര്യത്തോട് കൂടിയിട്ട് അസാമാന്യമായിട്ടുള്ള മനോധൈര്യം കാണിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു മാസം. അതുകൊണ്ട് തന്നെ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അത് പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും അതിനെയൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ അതിജീവിക്കും. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, സംഭാഷണം, അതായത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ നിപുണരായിരിക്കും ഈ ഒരു മാസം. അതായത് ഇപ്പോൾ ഈ ഒരു മാസം നിങ്ങൾക്ക് ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സംസാരിക്കേണ്ടി വരുന്നതാണെങ്കിൽ സംസാരിച്ച് കഴിവ് തെളിയിക്കേണ്ടുന്ന സിറ്റുവേഷൻ വന്നാൽ അവിടെ നിങ്ങൾ ഒത്തിരി വിജയ സാധ്യതകൾ നൽകുന്ന ഒരു സമയമാണ്. അപ്പോൾ സംസാരിച്ച് കഴിവ് തെളിയിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻ്റർവ്യൂസ് ആവും. കാരണം ഇൻ്റർവ്യൂസിൽ നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്താലാണ് ആ മുന്നോട്ടേക്കുള്ള ജോലി കാര്യങ്ങളെക്കുറിച്ചിട്ട് എങ്ങനെയാണ് ജോലി ലഭിക്കുക എന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ നന്നായിട്ട് ഈ ഒരു സംഭാഷണ ചാതുര്യം ഉള്ളത് കൊണ്ട് തന്നെ ജോലി സാധ്യതകളും ഏറി നിൽക്കുന്നുണ്ട്. ഇൻ്റർവ്യൂസിലൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും ഒക്കെ ഒത്തിരി സഹായകരമാണ്. അതേപോലെ പബ്ലിക് സ്പീച്ച് നടത്തുന്ന ഒരാളാണ്, നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം ഓൾറെഡി ഒത്തിരി സംസാരിക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങളൊരു ലെക്ചറാണ്, ഒരു പ്രൊഫസറൊക്കെ ആണെങ്കിൽ നമ്മൾ മിക്കവാറും ഫുൾ ഡേ എന്തെങ്കിലും ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നുണ്ടാവും. ഇപ്പോൾ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഒരു രീതി, ഇപ്പോൾ ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു റിസർച്ച് സയൻറ്റിസ്റ്റ് ആയിരിക്കും, അപ്പോൾ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവാം ജോലിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും കോൺഫറൻസ്, പ്രസൻറ്റേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സണൽ പവർ നിങ്ങൾ തിരിച്ചറിയുന്നൊരു സമയം കൂടിയിട്ടാണ്. വളരെ നല്ല ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ഈ ഒരു മാസത്തിൽ. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് പാന്തർ എനർജി സിറ്റുവേഷനാണ്. അപ്പോൾ 9 ഓഫ് ഏക്കോൺസ് എനർജി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസം ഉണ്ടാകുന്ന സമയമാണ്. അത് മാത്രമല്ല നമ്മൾ പറയില്ല, ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ദൂരക്കാഴ്ച വളരെയധികം കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങളൊരു ഡിസിപ്ലിനോടും നല്ല രീതിയിൽ ചിന്തിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു, അതേപോലെ തന്നെ നല്ല ഡിസിപ്ലിനോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് ഒരു കാലേ കൂട്ടി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊരു ചിന്ത മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ പറയില്ലേ, ഓടുന്ന പട്ടിക്ക് വരുമ്പോഴ മുമ്പേ എന്ന് പറയുന്ന ഒരു രീതി, ആ ഒരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ വരാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ വന്നാൽ, അല്ലെങ്കിൽ ഒരു കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ സ്ട്രാറ്റജിക്കായിട്ട് തിങ്ക് ചെയ്യുന്ന, പ്ലാൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ഇനി ഇത് ശരിയായില്ല എങ്കിൽ, ഇത്ര സമയത്തിനുള്ളിൽ ഇങ്ങനെ ആയില്ലെങ്കിൽ അതിന് എന്താണ് പിന്നെ ചെയ്യേണ്ടത്, അതായത് പ്ലാൻ A, B, C ഒക്കെ നിങ്ങൾക്ക് എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ അത് ശരിയായില്ലെങ്കിൽ അടുത്തത് എന്ത്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ നേരത്തെ ചിന്തിച്ച് വയ്ക്കും. അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നാൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ജോലി സംബന്ധമായിട്ട് കൂടുതൽ കരിയറിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. കരിയറിൽ പ്രയോജനം ചെയ്യുന്നതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ ഒരു മാസത്തിൽ, അതായത് നിങ്ങൾ പുതിയ കോഴ്സ് കാര്യങ്ങൾ, ഇപ്പോൾ വിദേശത്ത് പോയിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ പുതിയ കോഴ്സോ കാര്യങ്ങളോ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇതിന് ലഭിച്ചില്ല എങ്കിൽ നെക്സ്റ്റ് എന്തായിരിക്കും, അതായത് ഇത് വെറുതെ ഇതില്ലെങ്കിൽ അത് എന്നുള്ളൊരു ചിന്തയല്ല, വ്യക്തമായിട്ടുള്ളൊരു ധാരണയോട് കൂടിയിട്ട് നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ച് എടുക്കുക എന്നുള്ളതും ആവാം. അപ്പോൾ
ഒരു കാര്യം അതേ കാര്യം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്തയോടോ അപ്രോച്ചോടോ കൂടിയിട്ട് വീണ്ടും ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഇത് വിദ്യാഭ്യാസ കാര്യത്തിലും കരിയറിലും വളരെയധികം നിങ്ങൾക്ക് സഹായകരമാകുന്നൊരു സമയമാണ്. പിന്നെ ഏസ് ഓഫ് ഏക്കോൺസ് ആൻഡ് ട്രീ ഓഫ് ഏക്കോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു എനർജി വളരെയധികം കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് നൽകുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ്, അതേപോലെ തന്നെ റാം എനർജിയാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. പുതിയ പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ കൂടുതൽ കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. പ്രൊഫഷണൽ ലൈഫിൽ ഒത്തിരി ഉന്നതി ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. പുതിയ പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ വിട്ടുകളയാതെ ജീവിതം മുന്നോട്ടേക്ക് നയിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതേപോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കൊരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ശരിക്കും ഇതുവരെ നിങ്ങൾ ചെയ്തുകൊണ്ട്, ഇപ്പോൾ കരിയറിലാണെങ്കിലും വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും ഒക്കെ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമല്ല ശരിക്കും എനിക്കിതല്ല, എൻ്റെ ഒരു പാത്ത്, എൻ്റെ ഒരു വഴി ഇതല്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സമയമാവാം. അപ്പോൾ ചില സിറ്റുവേഷനിൽ വരുമ്പോൾ അതൊരു സെൽഫ് ഡൗട്ടാണോ അതോ ശരിക്കും ഇത് തന്നെയാണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനും ഈ ഒരു സമയത്ത് വരാം. അപ്പോൾ ഈ ഒരു സമയം മെഡിറ്റേറ്റ് ചെയ്യുന്നത് വളരെ ഫലപ്രദമായിരിക്കും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശരിക്കും നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സിൽ മനസ്സിലാവുന്നതാണ്. അതായത് ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം, ഇതാണോ നിങ്ങളുടെ പാത, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പേർപ്പസ് ഇതാണോ, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. അതേപോലെ ഒരു ചേഞ്ച് ഇൻ ഡെസ്റ്റിനി പറയാം, ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് മാറി പുതിയ ജോലിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അത് വളരെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന കാര്യമായിരിക്കും പെട്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർഡ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ വളരെ പെട്ടെന്ന്, പക്ഷെ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. അതേപോലെ തന്നെ 3 ഓഫ് ഏക്കോൺസ് എനർജിയാണ്, ജിറാഫാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ലൈഫിൽ എങ്ങനെ, അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളെയും നമ്മൾ കാണുന്ന രീതി അനുസരിച്ചിട്ട് ഫ്രഷ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ചില അഡ്ജസ്റ്റ്മെൻ്റൊക്കെ വേണ്ടി വരും എന്നുള്ളത്. നമ്മളിപ്പോൾ അറിയാവുന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിന് തയ്യാറാണ്, അല്ലെങ്കിൽ ചെറിയ കൊച്ചു കോംപ്രമൈസുകൾ, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങൾ നേടാൻ കൊച്ചു സാക്രിഫൈസസ് നടത്തിയാൽ അത് മുന്നോട്ടേക്ക് പോവാം. അല്ലാതെ നമ്മുടെ ജീവിതം തന്നെ സാക്രിഫൈസ് ചെയ്യല്ല വേണ്ട. അതായത് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഒരു ജോലിയിൽ നിങ്ങൾക്ക് താല്പര്യമില്ല, പക്ഷെ പണം അതിൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് മാത്രം അതിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ആ ഒരു വലിയ രീതിയിലുള്ള സാമ്പത്തികം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാനുള്ള സാമ്പത്തികം അതിൽ നിന്ന് വേണ്ട രീതിയിൽ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളെന്താണ് ഒത്തിരി ഇപ്പോൾ 3000 ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരാൾക്ക് 1,00,000 ഒരു മാസം ശമ്പളം ഉണ്ടെങ്കിൽ ആ ഒരാൾക്ക് 80,000 മാറുമ്പോൾ തുടക്കത്തിലൊരു വ്യത്യാസം ഉണ്ട്. കാരണം അതിനനുസരിച്ചിട്ടായിരിക്കും ആ വ്യക്തി ജീവിച്ചത്. പക്ഷേ 80,000 ആ വ്യക്തിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാണ്. നമ്മളെപ്പോഴും 10,000 2,000 പറയുന്നുണ്ട്, മാറ്റി പറഞ്ഞെന്നുള്ളൂ. ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ അത്രയൊന്നും ഇല്ല എന്നുള്ള രീതിയിലേക്ക് വരാം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അതിൽ കൂടുതലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം എന്ന് പറയുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഏസ് ഓഫ് ഏക്കോൺസ് എനർജി ആൻഡ് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ എന്തോ ഒരു അവാർഡ്, ഒരു റെക്കഗ്നിഷൻ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സൊസൈറ്റി നിങ്ങൾക്ക് ചുറ്റുമുള്ള സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അതൊരു അവാർഡിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നതായിരിക്കില്ല, പക്ഷെ അത് മറ്റുള്ളവരെ അറിഞ്ഞ് അംഗീകരിച്ച് അങ്ങനെ ഒരു അവാർഡ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് വരാം. അതേപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് 9 ഓഫ് ഏക്കോൺസ് എനർജി കണക്ഷൻസ് ആണ്. മക്കളെ കൊണ്ട് ജീവിതത്തിൽ അഭിമാനം ലഭിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അതേപോലെ തന്നെ പുതിയൊരു മാറ്റം കാണിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ പൊതുവെ നടക്കാത്ത രീതിയിൽ മാരേജ് സിറ്റുവേഷൻ കാണിക്കുന്ന സെക്കൻഡ് മാരേജ് എനർജി ഉണ്ട്. അപ്പോൾ അത് പ്രായമായിട്ടുള്ളവരാവാം. അപ്പോൾ നിങ്ങളുടെ പാരൻസിൻ്റെ വിവാഹം നിങ്ങൾ നടത്തി കൊടുക്കുന്ന ഒരു രീതിയാവാം. ആ ഒരു പ്രായമായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരുടെയെങ്കിലും ഹസ്ബൻഡോ വൈഫോ ഡിവോഴ്സ് ആയിട്ടുള്ളോ മരിച്ചു പോയിട്ടുള്ളതോ ആയിട്ടുള്ളവർക്ക് നിങ്ങളുടെ പാരൻസിൻ്റെ വിവാഹം സിറ്റുവേഷൻ ഒക്കെ നിങ്ങളായിട്ട് നടത്തി കൊടുക്കുന്ന ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ പാരൻസിനെ സംബന്ധിച്ച് മക്കളെ കുറിച്ചിട്ട് അഭിമാനിക്കാൻ തോന്നുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവ്യമാകുന്നു എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രായമായിട്ടുള്ള ആളുകൾക്കും വീട്ടമ്മമാർക്കും ഒക്കെ
ഒത്തിരി ഒരു ഫീൽ ഗുഡ് തോന്നുന്ന ഒരു സമയം ആണ് ഈ ഒരു മാസം എന്ന് പറയാം. ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ, തീരെ ചെറിയ പൊടിക്കുട്ടികളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയം നിങ്ങൾക്കായിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് ചിലവഴിക്കുക. കുട്ടിയെ നോക്കാൻ പാരൻസോ അല്ലെങ്കിൽ കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. ഓവറായിട്ട് കുട്ടിയുടെ കൂടെ ഒത്തിരി സമയം ഓവറായിട്ട് ഇതാവുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അത് സ്വന്തം ശരീരം കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.